ഈ ഹിന്ദുവിനെയും മുസൽമാനെയും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൽ നിന്നാണ് അയോധ്യയിൽ ആദ്യം തർക്കം തുടങ്ങുന്നത്. ഈ തർക്കം ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമരത്തെ ബാധിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഒരു പരിഹാരമായി ആദ്യം രംഗത്ത് വന്നത് ബാബ രാംചരൺ ദാസ് എന്ന ഒരു ഹിന്ദു സന്യാസിയാണ്. ഇനി ഒരാൾ കൂടിയുണ്ട്. അത് അയോധ്യയിലെ മുസ്ലിം മത പുരോഹിതനായിരുന്ന മൗലവി അമീർ അലി. ഈ തർക്കഭൂമിയെ ചൊല്ലി ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഭാവിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ബാബ രാംചരൺ ദാസും മൗലവി അമീർ അലിയും അവർ രണ്ടുപേരും ചേർന്ന് ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തി. അപ്പോൾ ഈ ഫൈസാബാദിലെ ഒരു പ്രധാനപ്പെട്ട ജമീന്ദാർ ആയിരുന്ന അച്ഛൻ ഖാൻ, അദ്ദേഹത്തിന്റെ സ്നേഹിതനായിരുന്ന പണ്ഡിറ്റ് ശംഭു പ്രസാദ് ശുക്ല, ഇവർ രണ്ടുപേരും ഈ കാര്യങ്ങളിൽ നമ്മുടെ ഈ സന്യാസിയെയും മൗലവിയെയും എല്ലാം സഹായിക്കുകയും അവര് പിന്തുണ കൊടുക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഈ തർക്കസ്ഥലം ഹിന്ദുക്കളുടെ രാമജന്മഭൂമിയാണെന്ന് അംഗീകരിച്ച് അത് ഹിന്ദുക്കൾക്ക് വിട്ടു നൽകാൻ അയോധ്യയിലെയും അവധ് മേഖലയിലെയും മുസ്ലിം സഹോദരങ്ങളെ സമ്മതിപ്പിക്കുന്നതിൽ ഇവർ നാലുപേരും ചേർന്നുള്ള പരിശ്രമം വിജയിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് തർക്കം പരിഹരിക്കുന്നതും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അവർ ഒരുമിച്ച് പോരാടുന്നതും ഒരു കൊളോണിയൽ സർക്കാരിന് വലിയ ഭീഷണിയായിട്ട് തന്നെയാണ് തോന്നിയത്. എന്നാൽ 1857 വിപ്ലവം പരാജയപ്പെട്ടതിന് ശേഷം ബ്രിട്ടീഷ് പട്ടാളം ഈ രണ്ട് സന്യാസിമാരെയും തടവിലാക്കി. 1858 മാർച്ച് 18 അച്ഛൻ ഖാനെയും പണ്ഡിറ്റ് ശംഭു പ്രസാദ് ശുക്ലയെയും ബ്രിട്ടീഷുകാർ പിടികൂടി. അവരെ രണ്ടുപേരെയും ഈ ബാബ രാംചരൺ ദാസിന്റെയും മൗലവി അമീർ അലിയുടെയും മുന്നിലിട്ട് ഇവരെ രണ്ടുപേരെയും തലയറുത്ത് കൊന്നു ബ്രിട്ടീഷുകാർ. എന്നിട്ട് കത്തികൊണ്ട് അവരുടെ രണ്ടിന്റെയും തലയും ശരീരഭാഗങ്ങളും ഒക്കെ കൊത്തിയരിഞ്ഞ് വികൃതമാക്കി. ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന് ശ്രമിക്കുന്നവർക്ക് ഇതൊരു പാഠമാകണം എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ബ്രിട്ടീഷ് പട്ടാളം. അതിനുശേഷം ഈ ബാബ ചരൺ ദാസിനെയും മൗലവി അമീർ അലിയെയും അയോധ്യയിലെ ഒരു പുളിമരത്തിൽ തൂക്കിലേറ്റി കൊന്നു. ഇരുവരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് ആ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടത് ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിന് ശ്രമിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പായി. ഈ 4 പേരാണ് അയോധ്യയിലെ ആദ്യത്തെ ഔദ്യോഗിക രക്തസാക്ഷികൾ.